द्वितीयोऽध्यायः। അധ്യായം 2 സമാധി പാദ. തപസ്വാധ്യായേശ്വരപ്രണിധാനാനി ക്രിയായോഗഃ. തപസ്, സ്വാധ്യായം, ഈശ്വരപ്രാണിധാനം ഈ മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ക്രിയായോഗം. സമാധിഭാവനാർത്ഥഃ ക്ലേശതനൂകരണാർത്ഥശ്ച. സമാധിയെ സാധിപ്പിക്കുന്നതിനും ക്ലേശത്തെ കുറയ്ക്കുന്നതിനും മുൻപറഞ്ഞ ക്രിയായോഗം സഹായകമാകുന്നു. ക്ലേശം എന്താണ് എന്ന് അടുത്ത സൂത്രത്തിൽ വിവരിക്കുന്നു. അവിദ്യാസ്മിതാരാഗദ്വേഷാഭിനിവേശാഃ ക്ലേശാഃ. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നീ 5 ധർമ്മങ്ങളാണ് ക്ലേശങ്ങൾ എന്നു പറയുന്നത്. ഇവ എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന സൂത്രങ്ങളിൽ വിവരിക്കുന്നു. അവിദ്യാ ക്ഷേത്രമുത്തരേഷാം പ്രസുപ്ത തനുവിച്ഛിന്നോദാരാണാം. പ്രസുപ്തം, തനു, വിച്ഛന്നം, ഉദാരം എന്നിങ്ങനെ 4 അവസ്ഥാഭേദങ്ങളോട് കൂടിയ കഴിഞ്ഞ സൂത്രത്തിൽ പിന്നീട് പറഞ്ഞിട്ടുള്ള അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നീ ക്ലേശങ്ങളുടെ ഉൽപ്പത്തി കാരണം അവിദ്യയാകുന്നു. അനിത്യാശുചി ദുഃഖാനാത്മസു നിത്യശുചി സുഖാത്മഖ്യാതിരവിദ്യ. അനിത്യത്തിൽ നിത്യത്വവും, അശുദ്ധിയിൽ ശുചിത്വവും, ദുഃഖത്തിൽ സുഖവും, അനാത്മാവിൽ ആത്മാവും തോന്നുന്നതാണ് അവിദ്യ. ദൃഗ്ദർശനശക്തിയോരേകാത്മതേവാസ്മിത. ദൃക്ശക്തിക്കും ദർശനശക്തിക്കുമുള്ള ഒന്നായിത്തീരാനുള്ള കഴിവിനെയാണ് അസ്മിത എന്നു പറയുന്നത്. അതായത് ചൈതന്യസ്വരൂപമായ ദൃഷ്ടാവിന് ജഡസ്വരൂപമായ ബുദ്ധിയുമായുണ്ടാകുന്ന താദാത്മ്യമാണ് അസ്മിത. സുഖാനുശയീ രാഗഃ. സുഖങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ക്ലേശമാണ് രാഗം. ദുഃഖാനുശയീ ദ്വേഷഃ. ദുഃഖത്തെ പിന്തുടർന്നുണ്ടാകുന്ന ക്ലേശമാണ് ദ്വേഷം. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ദുഃഖമുണ്ടായാൽ അതിനെ വെറുക്കാൻ തുടങ്ങും. അതിന് പിന്നിലുള്ള ക്ലേശമാണ് ദ്വേഷം. സ്വരസവാഹി വിദുഷോപി തഥാരൂഢോഭിനിവേശഃ. തനിക്ക് രസാവഹമായി തോന്നുന്നതും വിദ്വാൻമാരിൽ പോലും ദൃഢവുമായി തീർന്നിരിക്കുന്ന സ്വഭാവ വിശേഷത്തെ അഭിനിവേശം എന്നു പറയുന്നു. തേ പ്രതിപ്രസവഹേയാഃ സൂക്ഷ്മാഃ. സൂക്ഷ്മ രൂപത്തിൽ ചിത്തത്തിൽ ലയിച്ചിരിക്കുന്ന മേൽപ്പറഞ്ഞ എല്ലാവിധ മാനസിക ക്ലേശങ്ങളും പ്രതിവിധികളാൽ അകറ്റപ്പെടേണ്ടവയാണ്. ക്രിയായോഗാനുഷ്ഠാനം, ധ്യാനം എന്നിവയാണ് ഇവയ്ക്കുള്ള പ്രതിവിധി. ധ്യാനഹേയാസ്തദ്വൃത്തയഃ. ക്ലേശങ്ങളുടെ സ്ഥൂല വൃത്തികൾ ധ്യാനം കൊണ്ടകറ്റപ്പെടേണ്ടവയാകുന്നു. കൊമ്പുകൾ വെട്ടിയ വൃക്ഷത്തെ മുറിക്കാൻ എളുപ്പമുള്ളതുപോലെ സ്ഥൂലവൃത്തികൾ അകന്നാൽ ക്ലേശങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളെയും അകറ്റാൻ എളുപ്പമാണ്. ക്ലേശമൂലഃ കർമാശയോ ദൃഷ്ടാദൃഷ്ടജന്മവേദനീയഃ. മേൽപ്പറഞ്ഞ 5 തരം ക്ലേശങ്ങൾക്ക് മൂലകാരണമായ കർമാശയം വർത്തമാന, ഭൂത, ഭാവി ജന്മങ്ങളെ അറിയാൻ കഴിവുള്ളതാണ്. വാസനാ സമുച്ചയത്തെ തന്നെയാണ് ഒരു പ്രകാരത്തിൽ കർമാശയം എന്നു പറയുന്നത്. പരിശുദ്ധമായ കർമാശയം ത്രികാല ജ്ഞാനം ഉള്ളതാകുന്നു. സതി മൂലേ തദ്വിപാകോ ജാത്യായുർഭോഗാഃ. പഞ്ചക്ലേശങ്ങൾക്ക് മൂലകാരണമായ കർമാശയം നിലനിൽക്കുന്നിടത്തോളം അതിൻ്റെ പരിണത ഫലമായ മാറി മാറിയുള്ള ജന്മങ്ങളും സുഖദുഃഖാദി ഭോഗാനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. തേ ഹ്ലാദപരിതാപഫലാഃ പുണ്യാപുണ്യഹേതുത്വാത്. ജാത്യായുർ ഭോഗങ്ങൾ പുണ്യ പാപാത്മമായ കർമ്മത്തിന് കാരണമാകുന്നു എന്നതുകൊണ്ട് സുഖ ദുഃഖാദി ഫലങ്ങൾ ഉളവാകുന്നതും ആകുന്നു.
परिणामतापसंस्कारदुःखैर्गुणवृत्तिविरोधाच्च ദുഃഖമേവ സർവം വിവേകിനഃ. പരിണാമ ദുഃഖം, താപദുഃഖം, സംസ്കാര ദുഃഖം ഇവയെല്ലാം കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതും കൊണ്ടും ഗുണവൃത്തികൾക്ക് അന്യോന്യം വൈരുദ്ധ്യമുള്ളതുകൊണ്ടും വിവേകിയായ ഒരാൾക്ക് എല്ലാ കർമ്മങ്ങളും ദുഃഖ സ്വരൂപം തന്നെയാണ്. ഹേയം ദുഃഖമനാഗതം. വരാനിരിക്കുന്ന ദുഃഖം ഉപേക്ഷിക്കേണ്ടതാണ്. ദ്രഷ്ടൃദൃശ്യയോഃ സംയോഗോ ഹേയഹേതുഃ. ദൃഷ്ടാവിന്റെയും ദൃശ്യത്തിന്റെയും, അതായത് പുരുഷന്റെയും പ്രകൃതിയുടെയും സംയോഗം, അതായത് ഒരുമിച്ച് കൂടൽ വരാനിരിക്കുന്ന ദുഃഖത്തെ അകറ്റുവാനുള്ള ഹേതു അല്ലെങ്കിൽ മാർഗം ആകുന്നു. പ്രകാശക്രിയാസ്ഥിതിശീലം ഭൂതേന്ദ്രിയാത്മകം ഭോഗാപവർഗാർത്ഥം. പ്രകാശം, ക്രിയ, സ്ഥിതി എന്നീ സ്വഭാവത്തോടു കൂടിയതും ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപത്തോടു കൂടിയതും ഭോഗം, മോക്ഷം എന്നീ പ്രയോജനങ്ങളോട് കൂടിയതുമാണ് ദൃശ്യം, അതായത് പ്രകൃതി. വിശേഷാവിശേഷലിംഗമാത്രാലിംഗാനി ഗുണപർവാണി. വിശേഷം, അവിശേഷം, ലിംഗമാത്രം, ആലിംഗം ഇവ നാലും സത്വാദി ഗുണങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ ആകുന്നു. ദ്രഷ്ടാദൃശിമാത്രഃ ശുദ്ധോപി പ്രത്യയാനുപശ്യഃ. ദൃശ്യമാത്രനായ ദൃഷ്ടാവ്, അതായത് ആത്മാവ്, സ്വഭാവേന ശുദ്ധനാണെങ്കിലും ബുദ്ധിവൃത്തികൾക്ക് അനുരൂപനായി മാറിക്കൊണ്ടിരിക്കുന്നു. തദർത്ഥ ഏവ ദൃശ്യസ്യാത്മാ. അതിന്, അതായത് ദൃഷ്ടാവിന് വേണ്ടി തന്നെയാണ് ദൃശ്യത്തിന്റെ, അതായത് പ്രകൃതിയുടെ നിലനിൽപ്പ്. കൃതാർത്ഥം പ്രതി നഷ്ടമപ്യനഷ്ടം തദന്യസാധാരണത്വാത്. കൃതാർത്ഥനെ സംബന്ധിച്ചിടത്തോളം, അതായത് പുരുഷ പ്രകൃതികൾക്ക് ഏകീഭാവം വന്നവർക്ക് പ്രകൃതി നശിക്കുന്നുണ്ടെങ്കിലും കൃതാർത്ഥരാകാത്തവരിൽ സാമാന്യേന നിലനിൽക്കുന്നതിനാൽ നാശരഹിതമാണ്. സ്വസ്വാമി ശക്ത്യോഃ സ്വരൂപോപലബ്ധിഹേതുഃ സംയോഗഃ. സ്വസ്വാമി ശക്തികളുടെ, അതായത് പ്രകൃതി ശക്തികളുടെ പുരുഷ ശക്തികളുടെയും സ്വരൂപപ്രാപ്തിക്ക് കാരണം സംയോഗം ആകുന്നു. തസ്യ ഹേതുരവിദ്യ. പ്രകൃതി പുരുഷന്മാരുടെ ചേർച്ചയ്ക്ക് കാരണം അവിദ്യ, അതായത് മറവി ആകുന്നു. തദഭാവാത് സംയോഗാഭാവോ ഹാനം തദൃശേഃ കൈവല്യം. അവിദ്യ നശിക്കുന്നതു മൂലം പ്രകൃതി പുരുഷ സംയോഗവും ഇല്ലാതാകുകയും അത് ഹേതുവായിട്ട് സംസാരം നശിക്കുകയും ദൃഷ്ടാവിന്, അതായത് പുരുഷന് കൈവല്യം സിദ്ധിക്കുകയും ചെയ്യുന്നു. വിവേകഖ്യാതിരവിപ്ലവാ ഹാനോപായഃ. അവിഛിന്നവും തെളിവുറ്റതുമായ ആത്മനാത്മ വിവേകജ്ഞാനമാണ് സംസാരനാശത്തിനുള്ള ഉപായം. തസ്യ സപ്തധാ പ്രാന്തഭൂമിഃ പ്രജ്ഞാ. വിവേകശീലനായ ആളുടെ പ്രജ്ഞ 7 വിധത്തിലുള്ള പ്രവർത്തന സ്ഥാനങ്ങളിലൂടെ ജ്ഞാനത്തിലേക്ക് ഉയരും. യോഗാംഗാനുഷ്ഠാനാദശുദ്ധിക്ഷയേ ജ്ഞാനദീപ്തിരാവിവേകഖ്യാതേഃ. യോഗ അംഗങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് അശുദ്ധിയുടെ നാശത്താൽ യോഗിയുടെ വിജ്ഞാനം മുൻപറഞ്ഞ വിവേകഖ്യാതി വരെ ഉയരുന്നു. യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരധാരണാധ്യാന സമാധയോഷ്ടാവംഗാനി. യോഗത്തിന്റെ 8 അംഗങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാകുന്നു. അഹിംസാ സത്യാസ്തേയ ബ്രഹ്മചര്യാ പരിഗ്രഹാ യമാഃ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇവയെ യമം എന്നു പറയുന്നു.
जातिदेशकालसमयानवच्छिन्नाः सार्वभौमा महाव्रतम् ജാതി, ദേശ, കാലം, സമയം എന്നിവ കൊണ്ട് വിച്ഛിന്നമാകാതെ എല്ലായ്പ്പോഴും എവിടെയും അനുഷ്ഠിക്കുമ്പോൾ ഇവ മഹാവ്രതമാകുന്നു. शौचसन्तोषतपस्वाध्यायेश्वरप्रणिधानानि नियमाः ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രാണിധാനം എന്നീ അഞ്ചും നിയമം എന്നറിയപ്പെടുന്നു. वितर्कबाधने प्रतिपक्षभावनम् സത്യം, അഹിംസ തുടങ്ങിയ ധർമ്മങ്ങൾക്ക് പ്രതികൂലമായ ചിന്ത മനസ്സിൽ അങ്കുരിക്കുമ്പോൾ പ്രതിപക്ഷ ചിന്ത കൊണ്ട് അതിനെ അകറ്റണം. वितर्काहिंसादयः कृतकारितानुमोदिता लोभक्रोधमोहपूर्वका मृदुमध्याधिमात्रा दुःखाज्ञानानन्तफला इति प्रतिपक्षभावनम् വിതർക്കങ്ങൾ സത്യ അഹിംസാദി ധർമ്മങ്ങളുടെ വിരോധികളായ അസത്യ ഹിംസാദികൾ ആകുന്നു. ഇവ മൂന്ന് വിധത്തിലുണ്ട്. കൃതം, കാരിതം, അനുമോദിതം. അതായത് തന്നെത്താൻ ചെയ്യുക, അന്യരെ കൊണ്ട് ചെയ്യിക്കുക, അന്യർ ചെയ്യുന്നത് കണ്ടനുമോദിക്കുക. മേൽ പറഞ്ഞ മൂന്ന് വിധത്തിലുള്ള വിതർക്കങ്ങൾക്കും കാരണം ലോഭം, ക്രോധം, മോഹം എന്നിവയാണ്. അഹിംസാ പ്രതിഷ്ഠായാം തത്സന്നിധൗ വൈരത്യാഗഃ അഹിംസയ്ക്ക് ദൃഢത വന്നാൽ ആ യോഗിയുടെ സന്നിധിയിൽ വൈരത്യാഗം സംഭവിക്കുന്നു. അതായത് ക്രൂര ജന്തുക്കൾ പോലും സൗഹൃദമായി പെരുമാറുന്നു. സത്യപ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം സത്യനിഷ്ഠകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രിയാഫലങ്ങളുടെ ആശ്രയഭാവം ഉണ്ടാകുന്നു. സത്യനിഷ്ഠനായ യോഗിക്ക് കർമ്മം കൂടാതെ തന്നെ ഫലദാനം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുന്നു. അതായത് നിഗ്രഹാനുഗ്രഹ ശക്തി ഉണ്ടാകുന്നു എന്നർത്ഥം. അസ്തേയപ്രതിഷ്ഠായാം സർവരത്നോപസ്ഥാനം അസ്തേയം ദൃഢമായാൽ എല്ലാ രത്നങ്ങളും സ്വാധീനമാകുന്നു. അസ്തേയത്തിൽ സുപ്രതിഷ്ഠിതനായ യോഗിക്ക് ഭൂഗർഭത്തിൽ അന്തർനിഹിതമായി കിടക്കുന്ന എല്ലാ നിധികളും കണ്ടെത്താൻ കഴിയും. ബ്രഹ്മചര്യപ്രതിഷ്ഠായാം വീര്യലാഭഃ ബ്രഹ്മചര്യം ദൃഢമായാൽ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾക്ക് അസാധാരണമായ വീര്യം ഉണ്ടാകുന്നു. അപരിഗ്രഹസ്ഥൈര്യേ ജന്മകഥന്താ സംബോധഃ അപരിഗ്രഹത്തിൽ സ്ഥിരത വന്നു കഴിഞ്ഞാൽ ജന്മങ്ങളുടെയും ഓരോ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെയും ശരിയായ അറിവുണ്ടാകുന്നു. ശൗചാത് സ്വാംഗജുഗുപ്സാപരൈരസംസർഗഃ ബാഹ്യശുദ്ധി കൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ദാബുദ്ധിയും മറ്റുള്ളവരെ കൂടിയുള്ള സംസർഗ പരിത്യാഗവും സംഭവിക്കുന്നു. സത്വശുദ്ധി സൗമനസ്യൈകാഗ്രേന്ദ്രിയജയാത്മദർശനയോഗ്യത്വാനി ച അന്തരശുദ്ധിയുള്ള പ്രയത്നത്തിന്റെ ഫലമായി മനസ്സിന് പ്രസന്നത, ചിത്തത്തിന് ഏകാഗ്രത, ഇന്ദ്രിയങ്ങൾക്കടക്കം ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യത എന്നിവ ഉണ്ടാകുന്നു. സന്തോഷാദനുത്തമസുഖലാഭഃ സന്തോഷം അഭ്യസിക്കുന്നതിലൂടെ ഉത്കൃഷ്ടമായ സുഖാനുഭവം ഉണ്ടാകുന്നു. കായേന്ദ്രിയസിദ്ധിരശുദ്ധിക്ഷയാത് തപസഃ തപസ്സുകൊണ്ട് അശുദ്ധികളെല്ലാം നശിക്കുമ്പോൾ ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നേടേണ്ടതായ സിദ്ധി ഒരു സാധകന് കൈവരുന്നു. സ്വാധ്യായാദ് ഇഷ്ടദേവതാ സംപ്രയോഗഃ സ്വാധ്യായം കൊണ്ട് ഒരു യോഗസാധകൻ ഇഷ്ടദേവനെ സാക്ഷാത്കരിക്കുന്നു. സമാധിസിദ്ധിരീശ്വര പ്രണിധാനാത് ഈശ്വരപ്രാണിദാനം കൊണ്ട് സമാധി സിദ്ധിക്കുന്നു. സ്ഥിരസുഖമാസനം നിശ്ചലവും സുഖകരവുമായ ഇരിപ്പിനെയാണ് ആസനം എന്നു പറയുന്നത്. പ്രയത്നശൈഥില്യാനന്തസമാപത്തിഭ്യാം
ആസനം നിശ്ചലത കൊണ്ടും ദൃഢത കൊണ്ടും നിഷ്പ്രയാസം മനസ്സിനെ ആത്മാവിനോട് യോജിപ്പിക്കുന്നതുകൊണ്ടും ആസനസിദ്ധി പ്രാപ്തമാകും. ततो द्वन्द्वानभिघातः ആസനസിദ്ധിയിൽ നിന്ന് ആസനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ശീതോഷ്ണ സുഖദുഃഖ ദ്വന്ദ്ങ്ങൾ സാധകനെ ബാധിക്കുന്നതല്ല. तस्मिन् सति श्वासप्रश्वासयोर्गतिविच्छेदः प्राणायामः ആസനസിദ്ധി വന്നു കഴിഞ്ഞാൽ ശരീരത്തിനകത്തും പുറത്തും വന്നുപോയിരിക്കുന്ന പ്രാണവായുവിനെ നിശ്ചലമാക്കുന്ന അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുന്ന പ്രാണായാമം ശീലിക്കണം. बाह्याभ्यन्तरस्तम्भवृत्तिः देशकालसङ्ख्याभिः परिदृष्टो दीर्घसूक्ष्मः. പ്രാണായാമത്തിന് 3 ഭേദങ്ങളുണ്ട്. ബാഹ്യവൃത്തി, ആഭ്യന്തരവൃത്തി, സ്തബ്ധവൃത്തി എന്നിവയാണിവ. ഈ പ്രാണായാമ ഭേദങ്ങളെല്ലാം കാലദേശ സംഖ്യകളെ നോക്കി അഭ്യസിച്ചാൽ പ്രാണൻ ദീർഘവും സൂക്ഷ്മവുമായി തീരും. बाह्याभ्यन्तरविषयाक्षेपी चतुर्थः ബാഹ്യ ആഭ്യന്തര ഭേദമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്നതാണ് 4ാമത്തെ പ്രാണായാമം. ततः क्षीयते प्रकाशावरणम् പ്രാണായാമത്തിന്റെ ശരിയായ അഭ്യാസം കൊണ്ട് ജ്ഞാനപ്രകാശത്തിന്റെ ആവരണം ക്ഷയിക്കുന്നു. അതായത് ജ്ഞാനം പ്രകാശിക്കാൻ ഇടയാകുന്നു എന്നർത്ഥം. धारणासु च योग्यता मनसः स्वविषया संप्रयोगे चित्तस्वरूपानुकार इवेन्द्रियाणाम् प्रत्याहारः. മേൽപ്പറഞ്ഞ പ്രാണായാമ അഭ്യാസം കൊണ്ട് ധാരണാശക്തിയും വർദ്ധിക്കുന്നു. ഈ അവസ്ഥയിൽ സാധകൻ ഏതൊന്നിൽ മനസ്സിനെ ഉറപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അതിൽ ദൃഢമായി ഉറപ്പിക്കുവാൻ സാധിക്കും. ततः परमावश्यतेन्द्रियाणाम् ഇന്ദ്രിയങ്ങളെ സ്വവിഷയങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ച് മനസ്സിൽ ലയിപ്പിക്കുന്നത് തന്നെ പ്രത്യാഹാരം. इति पतञ्जलिविरचिते योगसूत्रे द्वितीयः साधनपादः. പ്രത്യാഹാരത്തിന്റെ അഭ്യാസഫലമായി സാധകന് ഇന്ദ്രിയങ്ങൾ ഏറ്റവും സ്വാധീനത്തിലായി തീരുന്നു.